الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة عباد الله اتقوا الله واعلموا أنكم إليه تحشرون أعوذ بالله من الشيطان الرجيم ولا تحسبن الله غافلا عما يعمل الظالمون إنما يؤخرهم ليوم تشخص فيه الأبصار സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ, അല്ലാഹുവിൻ്റെ വിധികളും വിലക്കുകളും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ഭക്തിപൂർവ്വം ജീവിക്കണമെന്ന് മുഖവരിയായിട്ട് ഉണർത്തുകയാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാരോട് ചോദിച്ചു, ചില മൃഗങ്ങൾ അല്ലെങ്കിൽ ജീവികൾ അവയുടെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് അവ അതിൻ്റെ കാല് അല്പം ഉയർത്തി അകത്തി പിടിച്ച് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വഹാബികൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ പാല് കുടിക്കുകയാണെങ്കിൽ അവയുടെ അമ്മ അല്ലെങ്കിൽ ഉമ്മ, തള്ള അവയുടെ കാല് അല്പം ഉയർത്തി അകറ്റി പിടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അല്ലാഹുവിൻ്റെ റസൂല് പറഞ്ഞു, അത് ആ തള്ളക്ക് ആ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. പാല് പ്രയാസം കൂടാതെ സമൃദ്ധമായി അവയ്ക്ക് ലഭിക്കാൻ വേണ്ടി മാതാവ് അവയോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ലോകത്ത് ഏതെല്ലാം ജീവികൾ ആരോടെല്ലാം സ്നേഹവും കാരുണ്യവും കാണിക്കുന്നുണ്ടോ, എത്ര കോടി ജീവജാലങ്ങൾ, മനുഷ്യർ, മറ്റു മൃഗങ്ങൾ എല്ലാം ഈ കാരുണ്യം, ഈ സ്നേഹം എല്ലാം കൂടി നമ്മൾ പരിഗണിച്ചാൽ, എടുത്താൽ, അല്ലാഹു അവൻ്റെ അടിമകളോട് കാണിക്കുന്ന കാരുണ്യത്തിൻ്റെ 100ൽ 1 അംശം മാത്രമേ വരികയുള്ളൂ.
അപ്പൊ അള്ളാഹു അവന്റെ അടിമകളോട് കാണിക്കുന്ന കാരുണ്യത്തിന്റെ വൈപുല്യം മനസ്സിലാക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരണ സഹിതം സഹാബികളെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു സംഗതി കൂടി ഉണ്ടായി, അതും ഇപ്രകാരം തന്നെയാണ്. ഒരിക്കൽ നബിയും സഹാബിമാരും പള്ളിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സഹാബി ഒരു പൊതിയുമായിട്ട് കടന്നു വരും. ശീലകഷ്ണത്തിലുള്ള ഒരു പൊതിയാണ്, ഒരു ഭാണ്ഡം. അദ്ദേഹം സലാം പറഞ്ഞ് കടന്നു വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. കാരണം അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തോ ഒരു പൊതിയുണ്ട്. അത് അദ്ദേഹം ആ സമൂഹത്തിന്റെ മുമ്പിൽ, നബിയടക്കമുള്ള സമൂഹത്തിന്റെ മുമ്പിൽ തുറന്നു. അപ്പൊ അതില് കുറച്ച് പക്ഷിക്കുഞ്ഞുങ്ങളാണ്, ഒരു 6-7 പക്ഷിക്കുഞ്ഞുങ്ങൾ, ഒരു തള്ളപ്പക്ഷി. അപ്പോ ആളുകളൊക്കെ ജിജ്ഞാസയോടും കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്, എന്താണ് ഇയാളുടെ ഇതിന്റെ ഉദ്ദേശം, എന്താണ് സംഭവിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നബി, ഞാനിങ്ങനെ നടന്നു പോരുമ്പോ ഒരു മരച്ചുവട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പൊ എന്റെ തലക്ക് മീതെ ആ മരത്തിന്റെ പൊത്തിൽ അല്ലെങ്കിൽ കൊമ്പിൽ ഈ 6-7 പക്ഷിക്കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. അപ്പൊ എനിക്കവയോട് വല്ലാത്ത സ്നേഹവും വാത്സല്യവും തോന്നി. അപ്പൊ ഞാൻ അവയെ പിടിച്ച് എൻ്റെ ഈ മുണ്ടില് വസ്ത്രത്തിലിട്ടു. കുറച്ചു കഴിഞ്ഞപ്പോ ഒരു ഈ തള്ളപ്പക്ഷി എൻ്റെ തലക്ക് ചുറ്റും പറക്കാൻ തുടങ്ങി. അതവിടെ വന്നു. ഞാൻ അതിന് ഈ പൊതി ഇങ്ങനെ തുറന്നു കൊടുത്തപ്പോൾ അതിൽ വന്നിരുന്നു. അപ്പൊ അതിനറിയാം, ഒരു പക്ഷേ ഈ മനുഷ്യൻ എന്നെ ഉപദ്രവിക്കുമെന്നോ കൊന്നുകളയുമെന്നോ. അറിയുമോ അറിയില്ല, നമുക്കറിയില്ലല്ലോ, അതിന് പൂർണ്ണമായ ആത്മാവില്ല. ഏതായാലും ഒരു ഭയപ്പാടും കൂടാതെ അത് ഈ പൊതിയിൽ വന്നിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അത് തനിക്കും സംഭവിച്ചോട്ടെ എന്ന ഒരു രീതി നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ അത് സമ്മതിച്ചു. ശരിയാണ്, അതിൻ്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹമാണ് അതിനെ ആ ഭാണ്ഡത്തിൽ വന്ന് കിടക്കാൻ പ്രേരിപ്പിച്ചത്. ഒരുപക്ഷെ അതിനെ അപകടപ്പെടുത്തുന്ന, കൊന്നുകളയുന്ന, ദ്രോഹിക്കുന്ന മനുഷ്യന്റെ കരത്തിലാണ് വന്നുപെടുന്നതെങ്കിലും തൻ്റെ കുഞ്ഞുങ്ങൾ കൂടെയുണ്ടല്ലോ എന്ന് ആലോചിച്ച് അവയോടുള്ള സ്നേഹം കാരണമാണ് അത് അവയുടെ കൂടെ വന്ന് കിടക്കാൻ കാരണം. ഇതൊക്കെ സ്വഹാബിമാരെ പഠിപ്പിക്കുക റസൂലുള്ള. കാരണം അന്നത്തെ ആളുകൾ നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ഒന്നും അത്ര അപരിഷ്കൃതരായ ആളുകളാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ അവർക്ക് വേഗത മനസ്സിലാവും. അപ്പോഴും നബി പറഞ്ഞത് അതാണ്. ഈ തള്ളക്ക് അതിൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹപ്പൊക്കെ മനസ്സിലായോ? അവർ പറഞ്ഞു, നബി വലിയ സ്നേഹമാണ്, അതുകൊണ്ടാണല്ലോ അങ്ങനെ ചെയ്തത്. അപ്പൊ നബി പറയാണ്, എന്നാലേ അതിനേക്കാൾ സ്നേഹമുണ്ട് സൃഷ്ടികർത്താവായ അള്ളാഹുവിന് നിങ്ങളോട്. മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഇപ്രകാരമാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ കാരുണ്യം എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രമാണ്, ഒരു കടല്, ഒരു പാരാവാരം. അതിൽ നിന്ന് ഒരു പക്ഷി അതിൻ്റെ കൊക്കുകൊണ്ട് ഒരു തുള്ളി വെള്ളം കൊത്തിയെടുത്താൽ എത്രയുണ്ടാകും? ആ കാരുണ്യമാണ് അള്ളാഹു ഈ ഐഹിക ലോകത്ത് എല്ലാവർക്കും കൂടി ഇടയിൽ വീതിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതിൻ്റെ തന്നെ വൈപുല്യം എത്രയാണ്? അതാണ് റഹ്മാൻ എന്ന വാക്കിന്റെ അർത്ഥം, പരമകാരുണികൻ. ഇതിലെല്ലാം പെടും. നമ്മൾ പണ്ട് പഠിച്ചൊരർത്ഥം ഉണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അർ റഹ്മാൻ, അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ അനുഗ്രഹം ചെയ്യുന്നവൻ. അത് അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. അതുകൊണ്ടാണല്ലോ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. അള്ളാഹുവിന് ഭാര്യയുണ്ട് എന്ന് പറയുന്ന ആളുകൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു.
അള്ളാഹു തന്നെ ഇല്ല എന്ന് വാദിക്കുന്ന ആളുകൾ ഇവിടെ സുഖമായിട്ട് ജീവിക്കുന്നു. ഇതെല്ലാം അള്ളാഹുവിന്റെ റഹ്മാൻ എന്ന വിശേഷണത്തിന്റെ അവനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അവന്റെ അടിമകൾ എന്ന നിലക്ക് അവൻ വിശാലമായി നൽകുന്ന കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ മകുടോദാഹരണങ്ങളാണിത്. എന്നാൽ ഈ കാരുണ്യങ്ങളെല്ലാം കൂടി എടുത്താൽ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ 100ൽ ഒരംശമേ വരികയുള്ളൂ. ഇവിടെ അള്ളാഹു നമ്മളോട് കാണിക്കുന്ന, നമ്മൾ പരസ്പരം കാണിക്കുന്ന കാരുണ്യം എല്ലാം കൂടി എടുത്താല് 100ൽ ഒരു ഭാഗം, അല്ലെങ്കിൽ സമുദ്രത്തില് ഒരു തുള്ളി വെള്ളം പോലെ, അല്ലെങ്കിൽ സമുദ്രത്തിൽ നിന്ന് ഒരു സൂചിമുന കൊണ്ട് മുക്കിയെടുക്കുന്ന വെള്ളം പോലെ, ബാക്കിയുള്ള ആ ജലപ്രവാഹം മുഴുവൻ അള്ളാഹുവിന്റെ റഹീം എന്ന വിശേഷണത്തിന്റെ അതിവിസ്തൃതമായ പരമമായ കാരുണ്യത്തിന്റെ ഭാഗമായി അള്ളാഹു താല മാറ്റിവെച്ചിരിക്കുകയാണ്. എവിടേക്ക്? പരലോകത്തേക്ക്. എന്റെ എല്ലാ സഹോദരന്മാരും സഹോദരിമാരും ശ്രദ്ധിച്ചു കേൾക്കണം, ഉറങ്ങരുത്. നമ്മൾ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുകയാണ്. അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന അനുഗ്രഹങ്ങളുടെ അളവെത്രയാണ്, തോതെത്രയാണ്. ഈ ഐഹിക ലോകത്ത് അള്ളാഹു തആല നിങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളെ ഏറ്റവും ആധുനികമായ ഒരു യന്ത്രം കൊണ്ട് നിങ്ങൾ കണക്കാക്കിയാല് നിങ്ങൾക്കത് ക്ലിപ്തപ്പെടുത്താൻ കഴിയില്ല. അത്ര വലിയ അനുഗ്രഹങ്ങളാണ് അവൻ നമുക്ക് ചൊരിഞ്ഞു തരുന്നു. സ്നേഹമാണ് നമ്മിലേക്ക് അവൻ പ്രവഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരോട് മാത്രമല്ല, എല്ലാ ജീവജാലങ്ങളോടും. കാടുകളിൽ മാത്രമല്ല, കടലിലും, കരയിലും കടലിലും ആകാശലോകത്തുമുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളോട് അല്ലാഹു തആല കാണിക്കുന്ന അദമ്യമായ അനിതരമായ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, വാത്സല്യത്തിന്റെ കണക്ക് പോലും നമുക്ക് ക്ലിപ്തപ്പെടുത്താൻ സാധ്യമല്ലെങ്കിൽ അതിനേക്കാൾ 99 ഇരട്ടി കാരുണ്യമാണ് അള്ളാഹു പരലോകത്തേക്ക് വേണ്ടി നീക്കി വെച്ചിട്ടുള്ളത്. പക്ഷേ അതിനൊരു പ്രത്യേകത ഉണ്ട്. അതാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ആ കാരുണ്യം അള്ളാഹുവിന് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെയുള്ളതല്ല. അള്ളാഹു മാറ്റിവെച്ചിട്ടുള്ള അവന്റെ വിശാലമായ എണ്ണമറ്റ കാരുണ്യത്തിന്റെ ഒരു അംശം മാത്രം ഐഹിക ലോകത്ത് അല്ലാഹു തആല എല്ലാവർക്കുമിടയിൽ വീതിച്ചു കൊടുത്തതിന് ശേഷം ബാക്കി 99 കാരുണ്യം അവൻ പരലോകത്ത് മാറ്റിവെച്ചിട്ടുള്ളത് ലിഇബാദിഹി സ്വാലിഹീൻ, സ്വാലിഹുകളായ നല്ലവരായ അവന്റെ അടിമകൾക്ക് മാത്രമാണ്. ഇവിടെ പറഞ്ഞല്ലോ, നമ്മൾ വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും അനുഗ്രഹം ചെയ്യും. പരലോകത്ത് അതില്ല. അതാ അർറഹീം നമ്മൾ പണ്ട് പഠിച്ചത്. അള്ളാഹുവിനെ അനുസരിച്ചവർക്കും വഴിപ്പെട്ടവർക്കും മാത്രം അനുഗ്രഹം ചെയ്യുന്നവൻ, ഗുണം ചെയ്യുന്നവൻ. അതാണ് പരലോകത്തിന്റെ പ്രത്യേകത. ഐഹിക ലോകത്ത് എല്ലാവരും ഒരേപോലെ. അള്ളാഹുവിന് അവിടെ ഒരു വിവേചനവുമില്ല. എപ്പോ വേണമെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക്, അവനിലേക്ക് അവർക്ക് മടങ്ങി വരാം. മാലം ത്തിന്റെ ആത്മാവ് തൊണ്ടക്കുഴിയിലെത്തിയിട്ട് ചങ്കിൽ നിന്ന് പുറപ്പെടുന്ന അവ്യക്തമായൊരു ശബ്ദമുണ്ടല്ലോ, അതുവരെ റബ്ബിലേക്ക് മടങ്ങി വരാം, പശ്ചാത്തപിക്കാം, തിരിച്ചു വരാം. ആ സന്ദർഭം വരെ മനസ്സ് നന്നാകാത്ത, അള്ളാഹുവിനെ അംഗീകരിക്കാത്ത, അവന്റെ ഏകത്വം അംഗീകരിക്കാത്ത, അവന്റെ സന്ദേശങ്ങൾ അംഗീകരിക്കാത്ത, അവന്റെ വിധിവിലക്കുകൾ പാലിക്കാത്ത ആളുകൾക്ക് പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഈ കാരുണ്യം ഉണ്ടാവില്ല. അവിടുന്ന് അങ്ങോട്ട് കാരുണ്യം അവന് വഴിപ്പെട്ട ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. അത് ഈ ഐഹിക ലോകത്ത് അവൻ വീതിച്ചു കൊടുത്ത കാരുണ്യത്തിന്റെ 99 ഇരട്ടിയാണ്. അപ്പൊ അത് എത്ര ഉണ്ടാവുന്ന നമ്മൾ അങ്ങോട്ട് ആലോചിച്ചാൽ മതി. അതാർക്കാ? അള്ളാഹുവിനെ ഐഹിക ലോകത്ത് വെച്ച് വഴിപ്പെട്ട് അവനെ അംഗീകരിച്ച് അവനെ അനുസരിച്ച് അവന്റെ വിധിവിലക്കുകൾ പാലിച്ച് അവനെ ഇഷ്ടപ്പെട്ട് അവന് വേണ്ടി ജീവിച്ച് അവന് വേണ്ടി ത്യാഗം ചെയ്ത് അവന് വേണ്ടി മരണം വരിച്ച ആളുകൾക്ക് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള കാരുണ്യമാണ്. അത് അവർക്ക് മാത്രമേ കിട്ടൂ.
അവിടെ അള്ളാഹുവിന് ഈ വിശാലത ഉണ്ടാവില്ല. അവിടെ അള്ളാഹു നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വളരെ സങ്കുചിതമായിട്ട് തന്നെയാണ്. കാരണം ഇവിടെ നിന്ന് നന്നാകാൻ ആവശ്യമായ എല്ലാ ആനുകൂല്യങ്ങളും അവസരങ്ങളും അവന് കൊടുത്തു. ഒരുപാട് പാഠങ്ങൾ അവന്റെ മുമ്പിൽ അല്ലാഹു തആല നിവർത്തിയിട്ട് കൊടുത്തു. ഒരുപാട് അനുഭവങ്ങൾ അവന്റെ മുമ്പിൽ അവൻ നേർക്ക് നേരെ കാണിച്ചു കൊടുത്തു. ഇതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവനെ അംഗീകരിക്കാതെ, അവനെ നിഷേധിച്ചുകൊണ്ട്, അവന്റെ പേരിൽ മക്കളെ ആരോപിച്ചുകൊണ്ട്, പങ്കുകാരെ ചേർത്തിക്കൊണ്ട്, അവന്റെ വിധിവിലക്കുകൾ പാലിക്കാതെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൻ നിയോഗിച്ചയച്ച പ്രവാചകന്മാരെയും അവരുടെ സന്ദേശങ്ങളെയും അംഗീകരിക്കാതെ താന്തോന്നികളായി മറ്റ് മഹാഭൂരിപക്ഷത്തെ പോലെ, നിഷേധികളെ പോലെ ആ ഒഴുക്കിൽപ്പെട്ട് ജീവിച്ച ആളുകളോട് അള്ളാഹുവിന് നാളെ പരലോകത്ത് ഒരു കരുണ ഉണ്ടാവില്ല. അള്ളാഹുവിന് രണ്ട് വിശേഷണങ്ങളുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞത്, തുടക്കത്തിൽ അതാ പറഞ്ഞത്, ഇന്നതിന്റെ അവസാനമാണ്. നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം. നമ്മൾ തുടക്കത്തിൽ ആയത്ത് ഓതിയത്. നബ്ബി ഇബാദി, എന്റെ അടിമകൾക്ക്, അന്നി, എന്നെപ്പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക, ഞാൻ ആരാണ് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക. അന്നി അനൽ ഗഫൂറുർ റഹീം, എന്റെ അടിമകളുടെ ഭാഗത്തുനിന്ന് വരുന്ന എത്ര വലുതും എത്ര ഗുരുതരവും എത്ര ആധിക്യമുള്ളതുമായ പാപങ്ങളെ സമ്പൂർണമായി ഞാൻ പുറത്തു കൊടുക്കുന്നവനാണ്. അവരോട് അറ്റമില്ലാത്ത കരുണ ചെയ്യുന്നവനാണ്. അതെന്റെ ഒരു ഗുണമാണ്. പക്ഷെ അത് മാത്രമാണ് എന്റെ ഗുണം. അള്ളാഹു ഇങ്ങനെ ഒരു പാവാണ്, അവനൊരു സാധുവാണ്, അവനൊരു ദുർബലനാണ്, അവൻ വളരെ കരുണയുള്ളവനാണ്, എല്ലാം മാപ്പാക്കി കൊടുക്കുന്നവനാണ്. അത് മാത്രമാണോ അവന്റെ ഗുണം? പോരാ. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, തീർച്ചയായും എന്റെ ശിക്ഷ വേദനിപ്പിക്കുന്ന ശിക്ഷയാണ് എന്നുകൂടി താങ്കൾ അവരെ അറിയിക്കുക. അല്ലാഹു തആല ഗഫൂറാണ്, അല്ലാഹു റഹീമാണ്. അവൻ കരുണാവാരിധിയാണ്, സ്നേഹനിധിയാണ്, വാത്സല്യനിധിയാണ്. പക്ഷേ ആ ഗുണം മാത്രമല്ല അള്ളാഹുവിനുള്ളത്. ഇത്രയൊക്കെ ആയിട്ടും അവനെ ധിക്കരിക്കുകയും അവനെ നിഷേധിക്കുകയും അവനെ തള്ളിക്കളയുകയും അവന്റെ വിധിവിലക്കുകൾ പാലിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് ഒരു മറുപുറം അല്ലാഹു തആല സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിന്റെ ശിക്ഷയാണ്. ആ ശിക്ഷയാകട്ടെ അതിഭയാനകവും ഭീതിതവും അസഖ്യവുമായ, വളരെ വേദനയേറിക്കുന്ന, വളരെ വേദനാജനകമായിട്ടുള്ള ശിക്ഷയാണ്. വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, തീർച്ചയായും എന്റെ ശിക്ഷ വേദനിപ്പിക്കുന്ന ശിക്ഷയാണ്. ഏതൊരാളും അതിൽ കിടന്ന് പുളകം കൊള്ളും. വേദന കൊണ്ട് പുളയും. പുളകമല്ല, വേദന കൊണ്ട് പുളയും. വേദന കൊണ്ട് അസഖ്യതയാവും, വേദന കൊണ്ട് അട്ടഹാസങ്ങളാവും, കണ്ണുനീരുകളാവും, കൂട്ടക്കരച്ചിലുകളാവും, വാവിട്ട് വിളികളാവും, കുറ്റപ്പെടുത്തലുകളും ശപിക്കലും ആകും. തന്നെ കുറ്റപ്പെടുത്തുന്നു, തന്റെ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നു, തന്റെ സാഹചര്യങ്ങളെ കുറ്റപ്പെടുത്തുന്നു, തന്റെ പാർട്ടികളെ കുറ്റപ്പെടുത്തുന്നു, തന്റെ സംഘടനകളെ കുറ്റപ്പെടുത്തുന്നു, തന്റെ മഹല്ലുകളെ കുറ്റപ്പെടുത്തുന്നു, തന്റേതായ മൊബൈലിനെ കുറ്റപ്പെടുത്തുന്നു, തന്റെ ടിവിയെ കുറ്റപ്പെടുത്തുന്നു, തന്റേതായി തനിക്ക് ദ്രോഹം ചെയ്ത അള്ളാഹുവിന്റെ ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ കാരണമായ സകലതിനെയും കുറ്റപ്പെടുത്തുകയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശപിക്കുകയും ചെയ്യുകയാണ്. കാരണം അള്ളാഹുവിന്റെ ശിക്ഷ കഠിനമായ ശിക്ഷയാണ്. ദുർബലരായ മനുഷ്യരായ നമുക്ക് സഹിക്കുവാനും ഉൾക്കൊള്ളുവാനും അതേപോലെ തന്നെ തരണം ചെയ്യുവാനും സാധ്യമല്ലാത്ത, കൈകൾ തലയിൽ വെച്ചുകൊണ്ട്, കൈകൾ വായിൽ വെച്ചുകൊണ്ട്, ആ കൈകൾ രണ്ടും കടിച്ചുകൊണ്ട് ശപിക്കുന്ന പ്രയാസകരമായ ശിക്ഷയാണ് അള്ളാഹുവിൻ്റെത്. ഫല്ലദീന കഫറൂ ഖുത്തിഅത് ലഹും സിയാബും മിൻ നാർ. സത്യനിഷേധികൾ, അള്ളാഹുവിന്റെ അസ്തിത്വത്തെ നിഷേധിച്ച ദൈവനിഷേധികൾ, അള്ളാഹുവിന്റെ ഏകത്വം അംഗീകരിക്കാത്ത ബഹുദൈവ ആരാധകരായ ബഹുദൈവ വിശ്വാസികൾ, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചകളും വഴിപാടുകളും
പ്രാർത്ഥനകളും അർപ്പിക്കുന്ന മുശ്രിക്കുകളായ ആളുകൾ. അള്ളാഹുവിന്റെ മക്കളുണ്ട്, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന്, ഉസൈർ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന്, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വാദിച്ച ആളുകൾ. ഈസാ അലൈഹിസ്സലാം ദൈവമാണെങ്കിൽ ദൈവത്തിന്റെ മാതാവ് മറിയമാണ്, അങ്ങനെ മറിയമിന് ഭർത്താവുണ്ട്, അതുകൊണ്ട് ദൈവത്തിന് മാതാവും പിതാവും ഉണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ. അങ്ങനെയൊന്നുമല്ല വിശ്വാസികളുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടും വിശ്വാസത്തെ അനുസരിച്ച്, കേൾക്കുന്ന ഉപദേശമനുസരിച്ച്, നമ്മൾ മനസ്സിലാക്കിയ തത്വമനുസരിച്ച് ജീവിക്കുന്നതിൽ നിന്ന് പിറകോട്ട് പോകുന്ന ഐഹിക ജീവിതത്തിന്റെ സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി അറിഞ്ഞുകൊണ്ട് സത്യത്തെ മാറ്റിവെച്ചിട്ടുള്ള സത്യനിഷേധികൾ. അതാണല്ലോ കഫറ പറഞ്ഞാൽ മറച്ചു വെച്ചു എന്നർത്ഥം. നമ്മൾക്ക് എത്ര കാലമായി വെള്ളിയാഴ്ച നമുക്കറിയുന്ന ഭാഷയിൽ ഖുതുബ കേൾക്കുന്നു? ഇതൊരു ശാപമാണ്, ഇതൊരു ലാനത്താണ്. സുന്നികളായ ആളുകളാണെങ്കിൽ, നമ്മുടെ സഹോദരന്മാരാണെങ്കിൽ, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളാണെങ്കിൽ വെള്ളിയാഴ്ച എന്താണ് അവിടെ പറയുന്നത് എന്ന് ഒരക്ഷരം പോലും അവർക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പറയുന്ന ഒരക്ഷരം പോലും നമുക്ക് മനസ്സിലാകാതെ പോകുന്നില്ല. ഞാൻ ചിലപ്പോഴൊക്കെ പറയാറുണ്ട്, ഈ മലയാള ഖുതുബ പല ആളുകൾക്ക് സംബന്ധിച്ചും ശാപമാണ്. കാരണം കേട്ടിട്ടും മനസ്സിലാക്കാൻ അവസരമുണ്ടായിട്ടും നന്നായി തീരാനുള്ള മനസ്ഥിതിയില്ലായിക നമ്മെ അപകടത്തിൽപ്പെടുത്തും. അതാ കാഫിർ എന്ന് പറഞ്ഞാൽ. ഹിന്ദു എന്നല്ല അർത്ഥം, ക്രിസ്ത്യാനി എന്നല്ല അർത്ഥം. സത്യത്തെ മറച്ചു വെച്ചുകൊണ്ട് അസത്യത്തിന് വേണ്ടി, ആഖിറത്തെ അവഗണിച്ചുകൊണ്ട് ദുന്യാവിന് വേണ്ടി, അതേപോലെ തന്നെ ശാശ്വതമായതിന് പരിഗണിക്കാതെ നശ്വരമായതിന് പരിഗണന നൽകുന്ന അവിശ്വാസികളായ ആളുകൾ കുത്യാത്തുലഹും സിയാബും മിന്നാർ, അവർക്ക് നരകത്തിന്റെ വസ്ത്രങ്ങളാണ് മുറിക്കപ്പെട്ടിട്ടുള്ളത്. നല്ല ശ്രദ്ധിക്കുക. അള്ളാഹ് പറഞ്ഞല്ലോ അവന്റെ ശിക്ഷ ഭയങ്കരാണ്, വേദനാജനകമാണ്. അത് വേദനിപ്പിക്കുന്നത് തന്നെയാണ്. ആർക്കും അത് സഹിക്കാൻ കഴിയില്ല. ഒരു ദൈവനിഷേധിക്കും സഹിക്കാൻ കഴിയില്ല, ഒരു യുക്തിവാദിക്കും അത് സഹിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവർ അപമാനിതരാവുകയാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാത്തവർ അള്ളാഹുവിനോട് കീണപേക്ഷിക്കേണ്ടി വരുന്ന, അവന്റെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുന്ന, അവനോട് അട്ടഹസിക്കേണ്ടി വരുന്ന, അവനോട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി അവന്റെ മലക്കുകളോട് പറയേണ്ടി വരുന്ന ഗതികേടിലേക്കാണ് ഈ സത്യനിഷേധികൾ പോവുക. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിന്നാറ ഫഖദ് അഖ്സൈത, അല്ലാഹുവേ നീ ആരെങ്കിലും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നീ അപമാനിച്ചു. ഇവിടെ അഭിമാനത്തോടുകൂടി ശാസ്ത്രത്തിന്റെയും പുരോഗതിയുടെയും പേര് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ അസ്തിത്വത്തെയും അള്ളാഹുവിനെ നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, ജീവിച്ച ആളുകൾ, അതിനുവേണ്ടി നിലകൊണ്ട ആളുകൾ, വാദിച്ച ആളുകൾ നാളെ നരകത്തിൽ കിടക്കുമ്പോൾ ആ അള്ളാഹുവിനെ വിളിച്ചു തേടേണ്ടി വരികയാണ്, അവനോട് പ്രാർത്ഥിക്കേണ്ടി വരികയാണ്, അവനോട് യാചിക്കേണ്ടി വരികയാണ്, അവന്റെ കാലിന്റെ കീഴിൽ അവർ സാഷ്ടാംഗം നമിക്കേണ്ടി വരികയാണ്. ഒന്ന് പുറത്തു പോകാനും നല്ലവരായി തിരിച്ചു വരാനും അവന്റെ അസ്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് സ്വാലിഹായി ജീവിക്കാനും അവസരം ചോദിക്കേണ്ടി വരികയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് പരിഗണനയില്ലെന്ന് കാണുമ്പോൾ വഖാലല്ലദീന കഫറൂ ലിഖസനതി ജഹന്നമ ഉദ്ഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഇവരുടെ പ്രാർത്ഥനയ്ക്ക് പരിഗണനയില്ല. കാരണം അവർ ഈ ലോകത്ത് അല്ലാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അങ്ങനെ ശക്തിയെ അവർ അംഗീകരിച്ചിട്ടില്ല, ഉൾക്കൊണ്ടിട്ടില്ല. അവന്റെ താല്പര്യങ്ങളെ അവന്റെ താല്പര്യമായി അവൻ പരിഗണിച്ചിട്ടില്ല. അതുകൊണ്ട് അല്ലാഹു തആല അവരിലേക്ക് നോക്കുന്നതല്ല, അവരോട് സംസാരിക്കുന്നതല്ല, വലാ യുസക്കീഹിം, അവർ സംസ്കരിക്കുന്നതുമല്ല. അവർക്ക് കഠിനമായ ശിക്ഷയാണ്. അതുകൊണ്ട് നരകത്തെ കാക്കുന്ന നരകത്തിന്റെ പാറാവുകാരായ മലക്കുകളോട് അവർ പറയുകയാണ്, ഉദ്ഉ റബ്ബക്കും യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബ്. ഈ നരകത്തെ കാക്കുന്ന മലക്കുകളെ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടൊന്ന് പ്രാർത്ഥിക്കുമോ? യുഖഫിഫ് അന്നാ യൗമൻ മിനൽ അദാബി, ഈ ഞങ്ങൾ അനുഭവിക്കുന്ന അസഖ്യമായ ശിക്ഷയ്ക്ക് വേണ്ടി, ശിക്ഷയിൽ ഒരു ദിവസമെങ്കിലും ഒരു ഇളവ് കിട്ടുന്നതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടൊന്ന് സംസാരിക്കുമോ, പ്രാർത്ഥിക്കുമോ? അങ്ങനെ പറയേണ്ടി വരാൻ. ഫല്ലദീന കഫറൂ, അവിശ്വാസികൾ, ഖുത്യാതു ലഹും, അവർക്ക് വേണ്ടി മുറിക്കപ്പെട്ടിരിക്കുകയാണ്. ആ പദം തന്നെ നോക്കൂ. സിയാബുൻ, വസ്ത്രങ്ങൾ. എന്തുകൊണ്ടുള്ള വസ്ത്രം? മിന്നാരിൻ, തീ കൊണ്ടുള്ള വസ്ത്രം. തീ കൊണ്ടുള്ള വസ്ത്രമാണ് അവിശ്വാസികൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്നത്.
അതാണ് അവരെ അണിയിക്കുന്നത്. എത്ര ഭംഗിയായിട്ടാണ്, ആലങ്കാരികമായിട്ടെന്നല്ല, നേർക്ക് നേരെ. അവിശ്വാസികളായ ആളുകൾക്ക് നരകത്തിൽ ഉടുക്കാൻ കൊടുക്കുന്ന വസ്ത്രം തീയിൻ്റെതാണ്. ആ തീയാകട്ടെ ഈ ഐഹിക ലോകത്തുള്ള നമ്മുടെ തീയിന്റെ 99 ഇരട്ടി കൂടി ചൂടുള്ള തീയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എങ്ങനെ നമ്മളത് ഉൾക്കൊള്ളാം? ഐഹിക ലോകത്ത് നമ്മൾ കത്തിക്കുന്ന തീയിൽ ഒരു അല്പസമയം നമ്മുടെ കൈ അല്ലെങ്കിൽ നമ്മുടെ കാൽ, നമ്മുടെ അവയവം നമുക്ക് വെക്കാൻ കഴിയുമോ? പെട്ടെന്ന് നമ്മൾ തിരിച്ചു പിടിക്കില്ലേ, വലിക്കില്ലേ? മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മെഴുകുതിരി അല്ലെങ്കിൽ തിരി കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ചെറുവിരൽ ആ തിരിയിലേക്ക് അല്പസമയം ഇങ്ങനെ വെച്ചുകൊടുത്തു. വല്ലാത്ത ചൂടായപ്പോൾ കൈ വലിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഉമറേ, സഹിക്കാൻ നിനക്ക് കഴിയുന്നില്ല അല്ലേ? ഐഹിക ലോകത്തിന്റെ നിസ്സാരമായ ചൂട് നിന്റെ വിരലുകൾ പഴുത്തൊലിച്ചിട്ടില്ല, വെന്ത് കീറിയിട്ടില്ല. ആ തീയിലേക്ക് അല്പസമയം വെച്ചപ്പോഴേക്ക് നിനക്കത് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല അല്ല ഉമറേ? എങ്കിൽ നാളെ പരലോകത്ത് ഈ തീയിന്റെ 100 ഇരട്ടി 90 ഇരട്ടി കൂടി ചൂടുള്ള നരകത്തിന്റെ തീ നീ എപ്രകാരമാണ് സഹിക്കുക? വലസ്നാലി ഹദ്ദിൻ സ്വാബിരീന വലാ ബല ഫകൈഫ അലന്നീറാനി യാ ഖൗമി നസ്ബിറൂ. ഒരു കവി പാടാ, വലസ്നാലി ഹദ്ദിൻ സ്വാബിരീന, ഐഹിക ലോകത്തുള്ള തീയിന്റെ ചൂട് പോലും സഹിക്കാൻ നമുക്ക് സാധ്യമല്ല. സാബിരീന ഫകൈഫ അലന്നീറാനി യാ ഖൗമി നസ്ബിറൂ. എങ്കിൽ പിന്നെ ഈ തീയിന്റെ 99 ഇരട്ടി കൂടി ചൂടുള്ള ആളിക്കത്തുന്ന തീജ്വാലയായ നരകത്തിന്റെ തീ എങ്ങനെയാണ് നീ സഹിക്കുക? അതാണ് അവിടെ പ്രത്യേകത. അവിടെ അള്ളാഹുവിന് കാരുണ്യമില്ലാതെ, അവിടെ കാരുണ്യണ്ട്. 99 ആധാരിക്ക അവനനുസരിച്ച് അംഗീകരിച്ച് സാലിഹായി ജീവിച്ച സത്യസന്ധരായ വിനയാന്യതരായ അള്ളാഹുവിന്റെ അടിമകൾ, അവർക്കത് കൊടുക്കും. അല്ലാത്തവർക്ക് ഇതാണ്. അല്ലാതെ ദുന്യാവ് പോലെയല്ല. ദുന്യാവിന് കുറെ രോഗവും സൂക്കടും സുഖവും ദുഃഖവും ഒക്കെ പാടായിട്ട് സ്വർഗം അല്ലെങ്കിൽ പിന്നെ ദുന്യാവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, എങ്ങനെയും ജീവിക്കായിരുന്നു. അവിടെ അതല്ല. സ്വർഗമല്ലെങ്കിൽ പിന്നെ നരകമാണ്. അതിനിടയിൽ വേറൊരിടല്ല. അപ്പൊ ഈ നരകം നമുക്ക് സഹിക്കാൻ കഴിയില്ല. നരകത്തിന്റെ തീയിന്റെ വസ്ത്രം അത് ശരീരത്തിൽ നിന്ന് വിട്ടുമാറൂല്ല. അതാണ് എന്റെ പ്രത്യേകത. നമ്മൾ ഒരു തീ പിടിച്ചാൽ വസ്ത്രം അഴിച്ചു മാറ്റാൻ ശ്രമിക്കും, പക്ഷെ അത് അഴിച്ചു മാറ്റാൻ പറ്റൂല. ഇന്ന അദാബഹാ കാന ഗറാമാ, തീർച്ചയായും നരകത്തിന്റെ ശിക്ഷ ഹറാമാണ്, വിട്ടുമാറാത്തതാണ്. അത് നമ്മളിൽ നിന്ന് ഒഴിവാക്കിയാൽ ഒഴിവാകുന്നതല്ല. ആ വസ്ത്രം അഴിച്ചു മാറ്റാൻ നമുക്ക് സാധ്യമല്ല. കാരണം ആ വസ്ത്രത്തിന്റെ മുകളിൽ അവർക്ക് ഖത്തിറാനിലും കൊണ്ടുള്ള ഒരു സറാബീൽ അണിയിച്ചിരിക്കുകയാണ്. സറാബീൽ എന്ന് പറഞ്ഞാല് കഴുത്തു മുതൽ കാല് വരെ മൂടുന്ന ഒരു നീളം കുപ്പായം. നരകത്തിൻ്റെതാണ്, തീയിൻ്റെതാണ്. ഖത്തിറാൻ എന്ന് പറഞ്ഞാൽ പന്തം എന്നാണ് അർത്ഥം. നമുക്കറിയാലോ പന്തം. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ടാറ് പോലെയുള്ള ഒരു പ്രത്യേകമായ ദ്രാവകം, അത് ശരീരത്തിൽ അതിന്റെ ചർമ്മത്തോട് ഒട്ടിപ്പിടിച്ച് കിടക്കുക. എന്നിട്ട് നരകത്തിലെത്തി അതിനാണ് കൊളുത്തുകയാണ്. അപ്പൊ അത് എത്രമാത്രം ആളിക്കത്തുന്നുണ്ടാവും. അതിനകത്ത് വേറെ വസ്ത്രങ്ങൾ ഉണ്ട്. അവന്റെ ഇസാറുണ്ട്, അരയുടുപ്പുണ്ട്, അവന്റെ കമീസുണ്ട്, കുപ്പായമുണ്ട്. ആണിനും പെണ്ണിനും വസ്ത്രം കൊടുത്തിട്ടുണ്ട്. എന്തിന്റെ വസ്ത്ര? തീയിന്റെ വസ്ത്രം, തീക്കട്ടയുടെ വസ്ത്രം. ഏത് തീയാണ്? നരകത്തിലെ തീ. ആ നരകത്തിലെ തീയിന്റെ ആ വസ്ത്രത്തിന്റെ മുകളിൽ ഒരു നീളം കുപ്പായം, സറാബിയൻ. അത് അടിമുതൽ കഴുത്തു മുതൽ കാല് വരെ ഉണ്ടാവും. അത് ശരീരത്തോട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടാറ് പോലെ ഒട്ടിപ്പിടിച്ച് കിടക്കുകയാണ്, ഒഴിവാക്കാൻ പറ്റൂല. നമുക്ക് ചിന്തിക്കുമ്പോൾ അള്ളാഹു ഇത്ര ക്രൂരനാണോ എന്ന് തോന്നും. പല ആളുകൾ അങ്ങനെ ചോദിക്കുന്നു. അള്ളാഹു ക്രൂരനായതുകൊണ്ടല്ല. അള്ളാഹു വളരെ കുറഞ്ഞ ചെറിയ കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, അത് അംഗീകരിക്കാത്തതുകൊണ്ടാണ്. എത്ര ലളിതമാണ് അവനെ അംഗീകരിക്കാൻ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഒരു ഹദീസിലുണ്ട്, നാളെ പരലോകത്ത്
നരകത്തിൽ കടന്നിട്ട് വല്ലാതെ അസഖ്യത പ്രകടിപ്പിക്കുന്ന ഒരു മനുഷ്യൻ, അയാൾ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അള്ളാഹു മലക്കളോട് പറയും, ആ മനുഷ്യനും ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവരും. അപ്പൊ ആ മനുഷ്യന് പിടിച്ചുകൊണ്ടുവരും. അള്ളാഹുവിന്റെ സന്നിധിയിൽ നിർത്തിയിട്ട് ചോദിക്കും, കൈഫത്തീക്കും, എങ്ങനെയുണ്ടടാ? അപ്പൊ അയാളങ്ങ് അട്ടഹസിക്കും, കരയും, വല്ലാതെ വേദനയോടെ കരയും, കണ്ണുനീരൊലിപ്പിക്കും. എങ്ങനെയായിരിക്കും ആ സമയത്ത് അയാൾ ഭവ്യത പ്രകടിപ്പിക്കുക എന്ന് നമുക്ക് ആലോചിച്ചാൽ മതിയല്ലോ. ആ സമയത്ത് അള്ളാഹുവിന്റെ ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു മറുപടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പറച്ചിലുണ്ട്. എടാ, ഇതിനേക്കാളൊക്കെ വളരെ എളുപ്പമുള്ള ഒരു നിസ്സാരമായ കാര്യമാണല്ലോ ഞാൻ എന്നോട് പ്രധാനമായിട്ട് ആവശ്യപ്പെട്ടത്. അതെന്താ? തഅബുദുനി വലാ തുശ്രികു ബി ശൈആ, നീ എന്നെ മാത്രം ആരാധിക്കണം, എന്നോട് മറ്റാരെയും പങ്കു ചേർക്കരുത് എന്ന ഏറ്റവും ലളിതമായ നിനക്ക് അംഗീകരിക്കാവുന്ന ഒരു യാഥാർത്ഥ്യമാണല്ലോ ഞാൻ നിന്റെ മുമ്പിൽ പ്രധാനമായും വെച്ചത്. അത് നീ അംഗീകരിച്ചിരുന്നുവെങ്കിൽ ഈ ശിക്ഷ നിനക്ക് ഇപ്പോൾ അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു. അഹങ്കാരം കാരണം, ധിക്കാരം കാരണം, ആ സുന്ദരമായ ആശയത്തെ നീ നിഷേധിച്ച കാരണത്താൽ ഇന്നക അന്തൽ അസീസുൽ കരീം, ഈ വേദനാജനകമായ ശിക്ഷ നീ ആവർത്തിച്ച് അനുഭവിക്കുക. ഇന്നക അന്തൽ അസീസുൽ കരീം, നീ വലിയ പ്രതാപശാലിയും മാന്യനുമായിരുന്നു. എന്റെ ഏകത്വവും എന്റെ അസ്തിത്വവും പറഞ്ഞപ്പോ അത് അംഗീകരിക്കാൻ എനിക്ക് സാധിച്ചില്ല അല്ലേ? ഇന്ന് ലോകത്ത് എത്ര മനുഷ്യര സഹോദരങ്ങളെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെ നിഷേധിച്ചിട്ട് സ്വന്തം താല്പര്യങ്ങൾക്കും സംഘടനക്കും വേണ്ടി അവനവനെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ച് അനുഗ്രഹിക്കുന്ന അള്ളാഹുവിനെ മാറ്റി ശവകുടീരങ്ങളെ ആശ്രയിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. എല്ലാവരും പെടും. അപ്പൊ നമ്മൾ പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോ നരകത്തിലെ വസ്ത്രം അതാണ്, തീ കൊണ്ടുള്ള വസ്ത്രമാണ്. ബാക്കി പിന്നീട് പറയാം. അപ്പൊ അള്ളാഹുവിന് ഒരു ഭാഗം മാത്രമല്ല, കാരുണ്യം മാത്രമല്ല, അള്ളാഹുവിന് ശിക്ഷയുടെ ഒരു മുഖവുണ്ട്. അവന് സ്നേഹം മാത്രമല്ല, അവന് കോപവുമുണ്ട്. ഫയൗമഇദിൻ ലാ യുഅദ്ദിബു അദാബഹു അഹദ് വലാ യൂസിഖു വസാഖഹു അഹദ്. നാളെ പരലോകത്ത് അല്ലാഹു തആല ഒരാളും ശിക്ഷിക്കാത്ത കഠിനമായ ശിക്ഷയാണ് നൽകുക. ഒരാളും പിടിച്ചുവെക്കാത്ത വിധത്തിലുള്ള പിടിച്ചുവെപ്പാണ് അവൻ നടത്തുക. ഇന്ന ബത്ശ റബ്ബിക ലശദീദ്, നിന്റെ രക്ഷിതാവിന്റെ പിടുത്തവും അവന്റെ ശിക്ഷയും അതികഠിനമാണ്, കഠോരമാണ്. അതിൽപ്പെട്ട ഒന്നാണ് നരകാവകാശികൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന വസ്ത്രം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആൻ ഇപ്രകാരം പറയുന്നു, ലഹും മിഹാദും മിൻ ജഹന്നമ വമിൻ ഫൗഖിഹിം ഗവാശ്. നരകാവകാശികളായ ആളുകൾക്ക് കിടക്കാൻ വേണ്ടി കൊടുക്കുന്ന ബെഡ് അത് നരകത്തിൻ്റെതാണ്. വമിൻ ഫൗഖിഹിം ഗവാശ്, അവർക്ക് പുതക്കാൻ വേണ്ടി കൊടുക്കുന്ന പുതപ്പും തീയിൻ്റെതാണ്. ഇതുള്ളതാണ്, യാഥാർത്ഥ്യമാണ്. നമ്മളിവിടെ ഇരിക്കുന്നതിനേക്കാൾ ശക്തമായിട്ട് ഇത് സംഭവിക്കും. അതാ പ്രശ്നം, അതുണ്ടാവും. അതിൽ പെടാതിരിക്കാനാണ് ഈ സംവിധാനമെല്ലാം. ഈ ജുമാ ഖുതുബയും ഈ ആഴ്ചതോറുള്ള ഈ ഉപദേശവും നമ്മുടെ സംഘടനാ സംവിധാനങ്ങളും എല്ലാം എന്തിനറിയോ? ഇതിൽ നിന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ. ഇതിലേക്ക് സഹിക്കാൻ നമുക്കാർക്കും കഴിയില്ല. നിരാശ ഞാൻ പെടുത്തൂല. അള്ളാഹു തആല പുറത്തു തരുന്നവനാണ്. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയത് അവൻ പുറത്തു തരും. അവൻ കരുണയുള്ളവനാണ്. ആ കാരുണ്യത്തെ തേടാതെ അത് വാങ്ങാതെ നാളെ പരലോകത്തേക്ക് ചെല്ലുന്ന ധിക്കാരികളായ ആളുകൾക്ക് വേണ്ടി അള്ളാഹു തആല ഒരുക്കി വെച്ചിട്ടുള്ള കഠിനമായ ശിക്ഷയുടെ